ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തരമാറ്റിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജലജ ഈ ജാനകിയുടെ മനസ്സ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ വന്നാലും നീ നിന്റെ മോൻ്റെ കാര്യങ്ങൾ നോക്കണം, എനിക്ക് അത്രേ പറയാനുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുക നമ്മുടെ നവ്യയാണ്. അപ്പം നവ്യ ആണെങ്കിൽ തൻ്റെ വീഡിയോ ഫോണിൽ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, മോഡലായിട്ട് അഭിനയിച്ച ആ വീഡിയോ. നവ്യ ആണെങ്കിൽ പതിവിലേറെ സന്തോഷത്തിലാണ്. കാരണം ആദർശിനെ ഇങ്ങനെ ഒരു അമളി പറ്റിയിരിക്കുകയാണെന്ന് നവ്യ അറിഞ്ഞിരിക്കുകയാണല്ലോ. അതിൻ്റെ സന്തോഷത്തിൽ മതി മറന്നു നിൽക്കുക. അപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് ഇങ്ങനെ രസിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അഭി അങ്ങോട്ട് വരുന്നത്. നവ്യേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. ദേ നീ നല്ല ഭാഗ്യം ചെയ്തതാണ് കേട്ടോ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താ എല്ലാവരും അറിഞ്ഞ സംഭവങ്ങൾ? പിന്നെ അല്ലാതെ എല്ലാവരും അറിഞ്ഞോന്നോ? എല്ലാവരും കൂട്ടക്കരച്ചില്ല, ഭയങ്കര ടെൻഷനിൽ എല്ലാവരും നിൽക്കുന്നത്. ആദർശിന്റെ പതനമല്ലേ എല്ലാവരുടെ മുന്നിൽ തെളിഞ്ഞിരിക്കുന്നത്. അപ്പൊ പിന്നെ സങ്കടപ്പെടാതിരിക്കോ? അതൊക്കെ ഇരിക്കട്ടെ, നീ എന്താ ഞാൻ ലക്കിയാണെന്ന് പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് വേറൊന്നുമല്ല, നീ AN ജ്വല്ലറിയിൽ മോഡലായിട്ട് ചെന്നോ, അവർ ഉയരങ്ങളിലേക്ക് കയറാൻ തുടങ്ങി എൻ്റെ നവ്യേ, നീയാണ് അവർക്കുള്ള ഭാഗ്യം എന്നൊക്കെ പറയാം. അപ്പം നവ്യക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വളരെയേറെ സന്തോഷം തോന്നുകയാണ്. ഏതായാലും ആദർശിനെ മുത്തശ്ശൻ പുറത്താക്കണമല്ലോ. ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിരിക്കുകയാണല്ലേ ആദർശ്. അപ്പൊ പിന്നെ ആദർശിനെ പുറത്താക്കേണ്ട കടമ മുത്തശ്ശൻ ഉണ്ടെന്ന് പറയാണ്. അതൊക്കെ എന്താവും ഏതാവുമെന്നും അറിയില്ല. പക്ഷേ ഞാൻ മൂർത്തീസ് കമ്പനിയിൽ നിന്ന് ഏത് സ്വർണങ്ങൾ എടുത്ത് വിറ്റെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ നന്ദു വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതാണ്. അപ്പോൾ ഇവർക്ക് ആർക്കും ഒരു അനുകമ്പേ ഉണ്ടായിട്ടില്ല. എന്നെ രക്ഷിക്കാൻ പോലും ഇവരാരും പുറപ്പെട്ട് വന്നിട്ടുമില്ല. അതേപോലെ തന്നെ ഇപ്പോൾ വലിയൊരു തെറ്റ് ചെയ്തിരിക്കുകയാണ് ആദർശിന്റെ പിന്നാലെയും ആരും പോകാൻ പാടില്ല. മുത്തശ്ശന്റെ പുന്നാര കൊച്ചുമോനല്ലേ. അപ്പോ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. മുത്തശ്ശന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടാത്തതുകൊണ്ടാ നവ്യേ. മുത്തശ്ശനെ ബിസിനസ് എന്ന് പറഞ്ഞ മുത്തശ്ശന് ജീവനാ. ബിസിനസ്സിൽ എന്തെങ്കിലും പാളിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ ആരാണെന്ന് നോക്കിയൊന്നുമില്ല, അവരെ അടിച്ച് പുറത്താക്കണമല്ലോ. ആദർശിനെ അടിച്ച് പുറത്താക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ നിൽക്കുന്നത്, കാണാൻ വേണ്ടി കണ്ണിറയെ. അതേപോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ നവ്യ പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശൻ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെ റൂമിലേക്ക് കയറി വരികയാണ്. അപ്പോൾ റൂമിലേക്ക് വന്നിങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിക്കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശന് പെട്ടെന്നൊരു നെഞ്ചുവേദന. അപ്പോൾ നെഞ്ചിലിങ്ങനെ കൈ പിടിക്കുകയാണ് നമ്മുടെ മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശൻ നെഞ്ചിലിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ കിടന്നു പോവുകയാണ്, അവിടെ ബെഡിലിങ്ങനെ കിടന്നു പോവുകയാണ്. അപ്പോഴാണ് മുത്തശ്ശിയുടെ ഒരു അയ്യോ എന്തു പറ്റി, ഇദ്ദേഹത്തിന് എന്തു പറ്റിയെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി കിടന്ന് കരയാണ്. വസുന്ധര, എനിക്കറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചുവേദന എടുക്കുന്നു, താങ്ങാനായിട്ട് പറ്റുന്നില്ല, അയ്യോ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞ് മുത്തശ്ശി ഒച്ചത്തിൽ കിടന്ന് കരയാണ്. പക്ഷേ ഇത് നമ്മുടെ ആദർശിൻ്റെ സ്വപ്നമായിരുന്നു. ആദർശ് കാറിൻ്റെ ഉള്ളിൽ നിന്ന് ചാടി ഇങ്ങനെ ഉറക്കത്തിന് എണീക്കണം, മുത്തശ്ശ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഡ്രൈവർ ചോദിക്കുകയാണ്, അയ്യോ സാറേ എന്ത് പറ്റി സാറേ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ല, വണ്ടി ഓടിച്ചോ എന്നൊക്കെ പറയാം. അങ്ങനെ ആദർശ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ആദർശ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവം എൻ്റെ മുത്തശ്ശൻ ഇതെങ്ങനെ താങ്ങും, മുത്തശ്ശിൻ്റെ സങ്കടം സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, ഞാൻ എങ്ങനെ മുത്തശ്ശിനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന ആലോചിച്ചിട്ട് എനിക്കൊരു ഒത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ദൈവമേ എന്നൊക്കെ ആദർശ് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്. ഈ സമയം തന്നെ ദേവയാനിയും അതേപോലെ തന്നെ നയനയും കൂടി ഈ ആദർശിനെ കാത്തുകൊണ്ടിരിക്കുക. മോളെ ആദർശ് വരുന്നില്ലല്ലോ, ദൈവമിനി മുത്തശ്ശൻ എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ലല്ലോ, ഇതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു മോളെ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യാനാണമ്മേ. പക്ഷേ ആദർശേട്ടന് എങ്ങനെ ഇതൊക്കെ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ലല്ലോ അമ്മേ. എന്താ സംഭവിച്ചെന്നറിയില്ല, അവൻ വന്നാൽ മാത്രമേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊക്കെ ഇവരിങ്ങനെ കാര്യങ്ങളെല്ലാം പറയാം. അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശിൻ്റെ കാറ് വരുന്നത്. ആദർശ് അവിടെ നിന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. വണ്ടി തന്നിക്കഴിഞ്ഞപ്പോഴേക്കും മോനെ ആദർശ് എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ്, അമ്മയെന്നും പറഞ്ഞുകൊണ്ട് ആദർശ്. അപ്പോൾ നമ്മുടെ ആദർശാണെങ്കിൽ നല്ല ധൈര്യത്തോടെ നിൽക്കുകയാണ്. അമ്മയിൽ നിന്നും ഇങ്ങനൊരു സ്വീകരണമല്ല ഞാൻ പ്രതീക്ഷിച്ചത്. മോനെ നിനക്ക് എന്താ പറ്റിയത് മോനെ? അപ്പോൾ നയനയും ചോദിക്കുകയാണ്, എന്താ പറ്റിയത് ആദർശേട്ടനോട് മുത്തശ്ശൻ കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു വിട്ടതല്ലേ, പക്ഷേ അതൊന്നും തെറ്റിക്കുന്ന അല്ല ആദർശേട്ടനെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ അതിനിടയിൽ എന്താ സംഭവിച്ചത്, എങ്ങനെ ആ ഡീല് നമുക്ക് കിട്ടാതെ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴേക്കും അതിനൊക്കെ വലിയ കാരണങ്ങളുണ്ട്, ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയുകയാണ്. ഇത് കേട്ട് രണ്ടുപേരും ആകെ അന്തിച്ച് നോക്കി നിൽക്കണേ. ഉറങ്ങിപ്പോയെന്നോ? നീ എന്തൊക്കെയാണേ പറയുന്നത്? ഉറങ്ങിപ്പോകാനോ? അതെ, ഞാൻ ഉറങ്ങിപ്പോയി. എനിക്ക് മുത്തശ്ശനെ കാണണം. മുത്തശ്ശൻ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ
എനിക്ക് മുത്തശ്ശനെ കണ്ടേ മതിയാവുള്ളൂ. ആ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഞാൻ കാരണം ഈ വീടിനും കമ്പനിക്കും ഒക്കെ വലിയൊരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് മുത്തശ്ശനെ കാണണം, മുത്തശ്ശനോട് എനിക്ക് ക്ഷമ ചോദിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവരോട് കൂടുതലൊന്നും സംസാരിക്കാതെ ആദർശ് നേരെ അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ ഇവരാണെങ്കിൽ അമ്മ എന്തൊക്കെയാ അമ്മേ പറയുന്നത്? ഉറങ്ങിപ്പോയെന്നോ? അമ്മേ ഇതിലെന്തോ ചതിയുണ്ടമ്മേ. അതെ അതെ മോളെ, ഇതിലെന്തോ ചതിയുണ്ട്. കാരണം അവൻ അങ്ങനെ കൂടുതൽ നേരം ഉറങ്ങാത്ത ഒരാളാണ്. ശ്വാസം മുട്ടൽ വന്നാൽ പോലും 7 മണി കൂടുതൽ അവൻ കിടന്ന് ഉറങ്ങില്ല. ഇതിപ്പോ ഡീല് കഴിഞ്ഞിട്ടാണ് അവിടെ എത്തിയെന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? 11 മണിക്കാണ് ഉണർന്നെന്ന്. ഇങ്ങനെയൊന്നും അവൻ ഉറങ്ങേയില്ല മോളെ. എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇതിലെന്തൊക്കെയോ ചതി നടന്നിട്ടുണ്ട് മോളെ. അല്ലെങ്കിലും നമ്മളുടെ ചുറ്റിനും ചതിയുള്ളവരാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ മുത്തശ്ശനെ കാണിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ വസുന്ധരയെ കണ്ണും പിടിച്ച് നോക്കുക. അപ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ പേടിയും തോന്നുന്നുണ്ട്. എന്ത് പറ്റിയെന്ന് ഒരു പിടുത്തൂലല്ലോ. അപ്പോഴാണ് ആദർശ് കയറി വരുന്നത്. ആദർശിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി ശരിക്കും പേടിച്ചു. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കറിയാം. അങ്ങനെ ഈ ആദർശിനോട് നമ്മുടെ മുത്തശ്ശി പറയാണ്, മോനെ നീ ഏതായാലും ഇപ്പോൾ വന്നത് നന്നായി. നിന്റെ മുത്തശ്ശൻ ആരോടും ഒരു കാര്യവും സംസാരിക്കാതിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആകെ തളർന്നൊരവസ്ഥയിലാണെന്നൊക്കെ പറയാണ്. മുത്തശ്ശ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്. പക്ഷേ മുത്തശ്ശനാണെങ്കിൽ കണ്ണും പിടിച്ച് ആദർശിനെ തന്നെ നോക്കുകയാണ്. മുത്തശ്ശ ഒരു തെറ്റ് പറ്റിപ്പോയി മുത്തശ്ശ. ആ ഡീല് നമുക്ക് കിട്ടിയില്ലല്ലേ. എങ്ങനെ നമുക്ക് ആ ഡീല് കിട്ടാതെ പോയി ആദർശ് എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുക. അത് പിന്നെ മുത്തശ്ശ അത് എന്താണ് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല മുത്തശ്ശ. എനിക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പെൺകുട്ടി ജ്യൂസുമായിട്ട് വന്ന് ആ ജ്യൂസ് ഞാൻ കുടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് മയക്കം വന്ന് ഞാൻ മയങ്ങിക്കിടന്നു മുത്തശ്ശ. പിന്നെ എണീക്കുമ്പോൾ 11 മണിയായി. നയനെ വിളിച്ചപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നത്. അപ്പോഴേക്കും ഞാനവിടെ മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എല്ലാം തീർന്നു കഴിഞ്ഞു മുത്തശ്ശ. ഇത് കേട്ട മുത്തശ്ശനെ പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. മുത്തശ്ശനാണെങ്കിൽ ആദർശിന്റെ കാരണം നോക്കി പടക്കെന്ന് പറഞ്ഞു ഒറ്റ പൊട്ടിക്കലാണ്. ആദർശ് വരെ അങ്ങോട്ട് ഞെട്ടിപ്പോയി. മുത്തശ്ശിയാണെങ്കിൽ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്. എൻ്റെ മുന്നിൽ നിന്ന് പോരുന്നു. മുത്തശ്ശ എന്നോട് ക്ഷമിക്കണം മുത്തശ്ശ. മുത്തശ്ശന് തന്ന വാക്ക് എനിക്ക് പാലിക്കാനായിട്ട് പറ്റില്ല മുത്തശ്ശ. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഉറങ്ങിപ്പോയി മുത്തശ്ശ. എന്തൊക്കെയോ ചതി സംഭവിച്ചതാണ് മുത്തശ്ശ. ചതി പറ്റുമെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലായിരുന്നോ? പിന്നെ എന്തുകൊണ്ട് ഒരു പെൺകുട്ടി വന്ന് ജ്യൂസ് കൊടുത്തപ്പോഴേക്കും അവൻ കുടിച്ചു കിടന്ന് ഉറങ്ങിപ്പോയിന്ന്? നിന്നൊക്കെ എൻ്റെ കൺമുന്നിൽ കണ്ടുപോരുത്, കടന്നു പോടാ എന്ന് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശ എൻ്റെ മുന്നിൽ നിന്ന് പോകാനാണ് നിന്നോട് പറഞ്ഞത്. അങ്ങനെ ആദർശിനെ ആട്ടിപ്പായിക്കാണ് മുത്തശ്ശൻ. ആദർശിന് ഭയങ്കര സങ്കടവും തോന്നി. അപ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുകയാണ്, എന്താണ് നിങ്ങൾ ഈ കാണിച്ചത്? എന്തിനാണ് അവനെ തല്ലിയത്? തല്ലിക്കൊള്ളണം. അവൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ്. അപ്പോ അവൻ തല്ലിക്കൊള്ളണം എന്നിങ്ങനെ പറയാ. മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടവും തോന്നി. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. എന്തായി ഏതായി? ആദർശ് മുത്തശ്ശനെ കണ്ടിട്ടുണ്ടാവോ? ആദർശിനെ തല്ലുവോ എന്നൊക്കെയാണ് ദേവയാനിയുടെ ചോദ്യം. അപ്പോഴാണ് ആദർശ് ഇറങ്ങി വരുന്നത്. അപ്പോൾ ആദർശ് ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, മോനെ നീ മുത്തശ്ശനെ കണ്ടില്ലേ? എന്നിട്ട് മുത്തശ്ശൻ നിന്നെ തല്ലിയോ എന്ന് ചോദിക്കുകയാണ് ദേവയാനി. അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിലുള്ള കാരണവന്മാര് മക്കളെ ശിക്ഷിക്കുന്നത് അതൊരു സ്വാഭാവിക കാര്യം തന്നെയാണ്. അതിൽ ഇത്ര കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് ആദർശ് പറയാ. അപ്പൊ തന്നെ ഇവർക്ക് മനസ്സിലായി ആദർശിന് തല്ല് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോഴേക്കും നവ്യ കിടന്ന് അവിടെ കിടന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആദർശ് എന്ന് പറഞ്ഞാൽ ആദർശേട്ടൻ ഈ മുത്തശ്ശൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമോനല്ലേ. അപ്പൊ എന്ത് തെറ്റ് ചെയ്താലും ഏത് തെറ്റ് ചെയ്താലും എല്ലാം ക്ഷമിക്കാനായിട്ടും എല്ലാവർക്കും കഴിയും. അനന്തപുരിയിലെ കാരണവര് ഒരു കാരണവുമില്ലാതെ അല്ലേ എല്ലാത്തിനും മുൻപന്തിയിൽ ആദർശേട്ടനെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ നവ്യ പറയാണ്. നവ്യേ ഇതെന്തൊക്കെയാണ് നീ മോളെ നീ പറയുന്നതെന്ന് ചോദിക്കുമ്പോഴാണ് നമ്മുടെ മുത്തശ്ശന്റെ വരവ്. അപ്പോ മുത്തശ്ശൻ പറയാണ്, അവള് പറഞ്ഞതിൽ എന്താണ് തെറ്റ് ജലജെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ജലജ ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ജലജയ്ക്ക് സന്തോഷം തോന്നി. അപ്പോ അഭിയോടും ചോദിക്കണം, എടാ നിന്റെ ഭാര്യ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? മുത്തശ്ശ അത് പിന്നെ മുത്തശ്ശ എങ്കിൽ പൊന്നുമോളെ നീ പറഞ്ഞതിൽ ഒരു കാര്യത്തിൽ തെറ്റുണ്ട് എന്ന് പറയുകയാണ്. അത് ഒന്നും അറിയാതെയല്ല ഞാൻ
ആദർശിനെ തലപ്പത്തിരുത്തിയത്. അവന് എല്ലാ കഴിവുകളുണ്ട്, എല്ലാത്തിലോടും ഉത്തരവാദിത്തമുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആദർശിനെ മുൻപന്തിയിൽ നിർത്തിയതും തലപ്പത്തിരുത്തിയതും ചെയ്തത് എന്നൊക്കെ മുത്തശ്ശൻ എല്ലാവരുടെ മുന്നിൽ തുറന്നിങ്ങനെ പറയാണ്. പക്ഷേ ഈ ഒരു കണക്കുകൂട്ടൽ എൻ്റെ ഇതിൽ നിന്ന് തെറ്റിപ്പോയി. പല ഇതുകളും ഞാൻ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. പക്ഷേ ഈ 50 വർഷത്തിനിടയിൽ എനിക്കിത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത്. വസുന്ധരെ, പറ വസുന്ധരെ, നീ എൻ്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇങ്ങനൊരു സംഭവം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പറ വസുന്ധരെ എന്ന് ചോദിക്കുമ്പോൾ വസുന്ധരയിൽ നിന്ന് ഇങ്ങനെ കരയാണ്. വസുന്ധരയ്ക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇങ്ങനൊരു സംഭവം ഇതാദ്യമായിട്ടാണ്. ഒരു പെൺകുട്ടി ജ്യൂസ് കുടിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് അവൻ കിടന്ന് ഉറങ്ങിപ്പോയിന്ന്. ഇത് എവിടത്തെ ന്യായമാണ് എന്നൊക്കെ ആദർശിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ്. അപ്പോൾ ആദർശനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ മുത്തശ്ശനും പറയാണ്, നിന്നോട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു വിട്ടതാണ് ആദർശേ. ഇനി ഇത് എനിക്ക് ക്ഷമിക്കാനായിട്ട് പറ്റില്ല. ഭക്ഷണത്തിലും എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലായിരുന്നോ? എന്നിട്ട് നീ അത് ചെയ്തോ? ഇല്ലല്ലോ. മുത്തശ്ശൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നോട് പറഞ്ഞതാ, ആര് ഭക്ഷണം തന്നാലും ആരെന്ത് തന്നാലും അതിൽ സൂക്ഷിക്കണമെന്ന് എന്നോട് പറഞ്ഞതാ. പക്ഷേ എനിക്ക് അതിന് സാധിച്ചില്ല മുത്തശ്ശ. ഇനി എന്താ തീരുമാനിക്കേണ്ടെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനവിടുന്ന് പോവാം. മുത്തശ്ശനവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദേവയാനിയാണെങ്കിൽ, ദൈവമേ, മുത്തശ്ശൻ്റെ മനസ്സ് ശരിക്കും വേദനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്ന് പറയണം. അതെ, മുത്തശ്ശൻ ഒരുപാട് വേദനയായിട്ടുണ്ട്. മുത്തശ്ശൻ എന്ത് ശിക്ഷ തന്നാലും അത് സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. എനിക്കല്ലാതെ വേറൊന്നും പറ്റില്ല. ആദർശേ, നിന്നോട് മുത്തശ്ശൻ കിളിപ്പുള്ള പോലെയല്ലേ ഇവിടെ നിന്ന് പറഞ്ഞു തന്നത്? ഓരോ കാര്യത്തിലും ശ്രദ്ധ വേണമെന്ന് നമ്മളുടെ പിന്നാലെ തന്നെ ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞല്ലേ? എന്നിട്ട് എന്തിനാ മോനെ നീ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്? അത് പിന്നെ അച്ഛാ, അമേരിക്കൻ കമ്പനിയുടെ അയച്ച ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞാൻ ആ പെൺകുട്ടിയെ വിശ്വസിച്ചു പോയി. അതുകൊണ്ടാണ് ഞാൻ ആ ജ്യൂസ് കുടിച്ചത് അച്ഛാ. പക്ഷേ അവരെനിക്ക് ചെയ്തെന്ന ഏറ്റവും വലിയ ചതിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എ.എൻ. ജ്വല്ലറിക്കാർ തന്നെയാണ് ആ ഡീൽ ഉറപ്പിച്ചത്. അപ്പോൾ ഇതിന് പിന്നിലും എ.എൻ. ജ്വല്ലറിക്കാർ തന്നെ ആയിരിക്കും, അല്ലാതെ വേറെ ആരും ആയിരിക്കില്ല എന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ്. അവർ എന്തിനായിരിക്കും നമ്മളുടെ പിന്നാലെ തന്നെ നടക്കുന്നത് എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഇതൊക്കെ ചിന്തിച്ച് കൂട്ടി കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ആദർശാണെങ്കിൽ ആദർശിൻ്റെ കാര്യം കട്ടപ്പോകയായി. ഇനി ആദർശിന് അവിടെ നിലനിൽപ്പ് ഉണ്ടാവില്ല എന്ന് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം. അപ്പോൾ എനിക്കിത് വല്ലാത്തൊരു സങ്കടം തോന്നുകയാണ്. ആദർശേട്ടാ, എന്തൊക്കെയാ ആദർശേട്ട കാണിക്കുന്നത്? അപ്പോൾ നവ്യാണെങ്കിൽ, അതെ, ഇപ്പം മനസ്സിലായില്ലേ ഓരോരുത്തരുടെയും കയ്യിലിരിപ്പ് എന്താണെന്ന്? ഇനി ഇവരനുഭവിച്ചല്ലേ മതിയാവുള്ളൂ. അവരനുഭവിക്കട്ടെ, അനുഭവിച്ചേ തീരുള്ളൂ എന്ന് നവ്യ ഉച്ചത്തിൽ പറയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.